കംപ്രസീവ് സ്ട്രെസ് ആണ് നമുക്ക് അടുത്ത് നോക്കുന്നത്. ടെൻസീവ് സ്ട്രെസ് എന്തുവെന്ന് പറഞ്ഞു. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻഡ്യൂസ് ഇൻ എ ബോഡി വെൻ സബ്ജക്റ്റ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുഷ്. ഓക്കെ, കംപ്രസീവ് ഫോഴ്സ് രണ്ട് ഭാഗത്തു നിന്നും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബോഡിക്ക് കിട്ടുന്ന പുഷ്. ഓക്കെ, ടെൻസൈൽ പുള്ളായിരുന്നെങ്കിൽ ഇവിടെ പുഷ് രണ്ട് ഭാഗത്തു നിന്ന് ഈക്വലായിട്ട് വരുവാണെങ്കിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഡെവലപ്പ് ഡ്യൂ ടു അങ്ങനത്തെ ഫോഴ്സാണ് കംപ്രസീവ് സ്ട്രെസ്. കംപ്രസീവ് സ്ട്രെസ്സോട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അവിടെ ഡിക്രീസ് ഇൻ ലെങ്ത് ആയിരിക്കും. ടെൻസൈൽ ഇൻക്രീസ് ആവണമെങ്കിൽ ഇവിടെ ഡിക്രീസ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ അവിടെ ലെങ്തിന് ചേഞ്ച് ഉണ്ടാവും, ഡിക്രീസ് ആയിരിക്കും. കണ്ടോ, അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ബൈ ഏരിയ ഈസ് ഈക്വൽ ടു പുഷ് ബൈ ഏരിയ. അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെയിൻ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പം ഒരു ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ടാൻജൻഷ്യലി ഒരു റെസിസ്റ്റിംഗ് സർഫസിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് റിവറ്റ് ലാബ് ജോയിൻ്റാണ് കാണിക്കുന്നത്. അപ്പം മുകളിലത്തെ ലെയറും താഴത്തെ ലെയറും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴേക്കും ആ ലെയർക്ക് ഇടയിൽ ഉണ്ടാകുന്ന കോൺടാക്റ്റിങ് ആ റെസിസ്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സർഫസിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ്, അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സ്, അതാണ് ഷിയർ സ്ട്രെസ്സ്. വലിയുന്ന അവിടുത്തെ സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ്സ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ടാൻജൻഷ്യലി ക്രോസിങ് ഒരു റെസിസ്റ്റിംഗ് സെക്ഷൻ ആക്ട് ചെയ്യുമ്പം ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ്സ്. അടുത്ത ഫോഴ്സ് റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ അപ്പം നമുക്കറിയാം മുകളിൽ പി എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, കോൺടാക്ട് സർഫസ് റെസിസ്റ്റൻസ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അങ്ങനെ രണ്ട് ബോഡിയിലും അവിടെ റെസിസ്റ്റൻസ് ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അവിടെ ഫസ്റ്റ് റെപ്രസെൻറ്റേഷൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് കാണിക്കുമ്പോഴേക്കും താഴെ നിന്ന് പി ഇങ്ങോട്ട് പോകുമ്പോഴേക്കും ആ സെയിം ബോഡിയിൽ റെസിസ്റ്റൻസ് അങ്ങോട്ടായിരിക്കും, ഓപ്പോസിറ്റായിരിക്കും. സിമിലർലി മേളത്തെ ഫോഴ്സ് ഇങ്ങോട്ട് പോകുമ്പോഴേക്കും ഓപ്പോസിറ്റ് ഇപ്പോൾ സൈഡിലോട്ടായിരിക്കും. അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ. അപ്പോൾ ഇവിടുത്തെ ഷിയർ ഫോഴ്സാണ് വരുന്നത്, അതായത് ഷിയർ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ഓക്കെ, ഈ നമ്മൾ അവിടെ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസാണ്. നമ്മൾ ആദ്യമേ പറയുന്ന സ്ട്രെസ്സിൻ്റെ ബേസിക് ഡെഫിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം, അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റിംഗ് ഫോഴ്സാണ് അത്. പക്ഷേ ഫൈനൽ അപ്ലൈഡ് ഫോഴ്സ് ഈക്വൽ ആകും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്, നമ്മൾ ഫൈനലി അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഷിയർ റെസിസ്റ്റൻസ് ബൈ ഷിയർ ഏരിയ. ഓക്കെ, ആ ഷിയർ ഏരിയ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു പി അപ്ലൈഡ് ലോഡ് പി. അതുകൊണ്ടാണ് പി ബൈ യൂണിറ്റ് ഏരിയ എന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഓക്കെ അങ്ങനെ വന്നെങ്കിൽ ഷിയർ ഏരിയ L/1. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ഷിയർ സ്ട്രെസ് അപ്പം ടാൻജൻഷ്യൽ ടു ദ ഏരിയ ഓവർ നമുക്ക് അങ്ങനെ പറയാം. നമുക്ക് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന ഏരിയക്ക് ടാൻജൻഷ്യൽ ആയിരിക്കും അല്ലേ, അലോങ് ദ സർഫസ് അല്ലേ, ടാൻജൻഷ്യൽ സർഫസിലല്ലേ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഷിയർ സ്ട്രെസ് എന്നത്. അതിൻ്റെ കൂടെ വരുന്നതാണ് ഷിയർ സ്ട്രെയിൻ. എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫൈ ആണ്. നമുക്കറിയാം ചേഞ്ച് ബൈ ഒറിജിനൽ. അപ്പം ഇവിടെ നടക്കുന്ന പറഞ്ഞാൽ ഒരു സോൾ ബോഡി കൺസിഡർ ചെയ്ത് അപ്പം ഷിയർ സ്ട്രെയിൻ ഓക്കെ വലിയുമ്പോൾ അത് ഇംഗ്ലണ്ട് ആവും, ചരിയും. ഓക്കെ, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഒരു ബോഡി ഇങ്ങനെ അത് ഇംഗ്ലണ്ട് ആവും. ആ ബോഡി എലോങ് ആ ലെങ്ത് ഹൈറ്റിൽ ഇൻക്ലൈൻഡ് ആവും. അപ്പോൾ അത് അവിടെയാണ് ഇതൊരു ആംഗുലറാണ് എക്സ്പ്രഷനാണ് ഷിയർ സ്ട്രെയിൻ. അൺലൈക്ക് ടെൻസൈൽ സ്ട്രെയിനും കംപ്രസീവ് സ്ട്രെയിൻ കണക്കല്ല, ഇവിടെ ഒരു ആംഗുലർ എക്സ്പ്രഷനാണ് ഷിയർ സ്ട്രെയിൻ. അതെന്ന് പറഞ്ഞാൽ പിക്ടോറിയൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴേക്കും ആ ലെങ്ത് വൈസ് ആ ഫൈ ആംഗിൾ എന്ന് പറയുന്നത് D1 ഫൈ ആക്ച്വലി ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് തന്നെയാണ്, ബട്ട് അത് ആംഗുലർ രീതിയിലാണ് ഷിയർ സ്ട്രെയിൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത്, കാരണം അവിടെ ഒരു ഇംഗ്ലിഷ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞത്, ആ ട്രവേഴ്സൽ ലെങ്ത്. ഓക്കെ, ഇൻക്ലൈൻഡ് ആയ ലെങ്ത് ബൈ ആക്ച്വൽ ലെങ്ത്. ഓക്കെ, എഡിയിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസ് നമുക്കറിയാം ചേഞ്ച് ബൈ ഒറിജിനലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ വാട്ട് ഈസ് ഷിയർ സ്ട്രെയിൻ. അപ്പോൾ ഇത് ഫൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ 3 ടോപ്പിക് കവർ ചെയ്ത് ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും അതുപോലെ തന്നെ ഓരോന്നിനും കറസ്പോണ്ടിങ് സ്ട്രെയിനും, ടെൻസൈൽ സ്ട്രെയിൻ, കംപ്രസീവ് സ്ട്രെയിൻ ആൻഡ് ഷിയർ സ്ട്രെയിൻ.